പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ ദേഹവിയോഗത്തെ തുടർന്ന് പുതിയ പത്രോസിൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിനായി ഉള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് 9 ദിവസം നീണ്ടുനിന്ന കർദിനാൾമാരുടെ പൊതു സംഘത്തിൻ്റെ, അതായത് 80 വയസ്സിന് മുകളിലുള്ളവരും 80 വയസ്സിന് താഴെയുള്ള ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളായ കർദിനാൾമാരെ ഒരുമിച്ചുള്ള ആലോചന യോഗങ്ങൾ നടന്നു വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അധികം നന്മയുളവാക്കി. കാരണം വോട്ട് ചെയ്യുന്ന 133 കർദിനാളന്മാരും 80 വയസ്സിന് മുകളിലുള്ള ഏതാണ്ട് 100-ൽ പരം കർദിനാളന്മാരും എല്ലാവരും ഒരുമിച്ച് ഈ യോഗങ്ങളിൽ കൂടുന്നതിനും സഭയുടെ പുതിയ പ്രതിസന്ധികൾ, സഭ നേരിടുന്ന വെല്ലുവിളികൾ, പത്രോസിൻ്റെ പിൻഗാമിക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട സമീപന രീതികൾ, ഇവയെക്കുറിച്ചെല്ലാം വിശദമായ ചർച്ചകൾ നടന്നു. ഒപ്പം തന്നെ വത്തിക്കാൻ്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള പങ്കുവയ്ക്കൽ വിശദമായി ഈ യോഗങ്ങളിലുണ്ടായി. എല്ലാവർക്കും സംസാരിക്കുന്നതിന് സമയം ലഭിച്ചു. 5 മിനിറ്റ് എന്ന ഒരു ക്രമത്തിലാണ് അനുവദിക്കപ്പെട്ടത്. എങ്കിലും ഒട്ടേറെ പേർ അവർക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ സമയമെടുത്ത് തന്നെ സംസാരിച്ചു. വിശദമായ ഒരു സംഭാഷണവും ചർച്ചകളും ആലോചനകളും എല്ലാം അതിൽ നിറഞ്ഞു നിന്നു. കഴിഞ്ഞ കോൺക്ലേവിനേക്കാൾ കുറെ കൂടി ദീർഘമായ സമയം ഈ തവണത്തെ കോൺക്ലേവിലെ ഇപ്രകാരമുള്ള സമ്മേളനങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് വളരെ ഗുണകരമായ ഒരു അനുഭവമായിരുന്നു. വോട്ടിൻ്റെ നടന്ന രീതികളെക്കുറിച്ച് അതിൽ പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. 7-ാം തീയതി വൈകുന്നേരം ഇലക്ട്രൽ കോളേജിലുള്ള 133ഓളം കർദിനാളന്മാർ, 80 വയസ്സിന് താഴെയുള്ളവർ, സാന്താ മാർത്തായിൽ താമസിച്ച് അവിടെ പ്രാർത്ഥനകൾ, വിശുദ്ധ കുർബാന എല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പോവുകയും അവിടുന്ന് പ്രദക്ഷിണമായി വിശുദ്ധരുടെ ലുത്തിനിയ ചൊല്ലിക്കൊണ്ട് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പ്രവേശിക്കുകയും പ്രാർത്ഥിക്കുകയും. 2 ദിവസങ്ങളിൽ പ്രത്യേകമായി ധ്യാന യോഗങ്ങളുണ്ടായിരുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഉറപ്പായി ബോധ്യപ്പെട്ട് ലോകത്തോട് അത് സാക്ഷ്യപ്പെടുത്തുന്നവനായിരിക്കണം ക്രിസ്തു ശിഷ്യൻ. അതിൽ പ്രമുഖനായ പത്രോസിൻ്റെ ദൗത്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായ സൂചനകൾ ധ്യാനാത്മകമായി നൽകിയാണ് വർഷങ്ങളായി തിരുസിംഹാസനത്തിൻ്റെ പരിശുദ്ധ പിതാവിൻ്റെ ധ്യാനപ്രസംഗകനായ കർദിനാൾ കന്തലമെസ നമ്മുടെ യോഗം അവസാനിപ്പിക്കുന്നത്. കർദിനാൾ കന്തലമെസയുടെ ധ്യാനത്തിന് ശേഷമാണ് ആദ്യത്തെ വോട്ടെടുപ്പ് നടന്നത്. അതിൽ 3/2 ഭൂരിപക്ഷം ലഭിക്കാതെ ഇരുന്നത് കൊണ്ട് അത് നടപടിക്രമങ്ങൾ വീണ്ടും തുടരേണ്ടതായിട്ട് വന്നു. അതിനുശേഷം അത് ഉപയോഗിച്ച ബാലറ്റ് പേപ്പറുകളും അവിടെ ഉപയോഗിച്ച ഷീറ്റുകളും എല്ലാം ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ അവിടെ കത്തിക്കുകയുണ്ടായി. അങ്ങനെ കറുത്ത പുക വരുന്നതിന് ആവശ്യമായ കെമിക്കലുമൊക്കെ ചേർത്താണ് അത് ക്രമീകരിക്കുന്നത്. 2-ാം ദിവസം രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് അതിനുശേഷം വീണ്ടും പ്രാർത്ഥനയോടുകൂടി സിസ്റ്റൈൻ ചാപ്പലിലേക്ക് ഞങ്ങൾ പോകുന്നു. അവിടെ 1-ാം ദിവസം ചെയ്തതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ നേരത്തെ ചെയ്ത് തുടങ്ങി. 2-ാം ദിവസവും രാവിലെ അവിടെ 2ാമത്തെ ബാലറ്റ് നടത്തി. ഓരോ പ്രാവശ്യവും നമ്മൾ ഈ അവിടുത്തെ പ്രത്യേകം തയ്യാറാക്കിയ ഒരു വലിയ പിലാസ പോലെയുള്ള വലിയ ഒരു നിക്ഷേപ പാത്രത്തിലേക്കാണ് നമ്മളുടെ വോട്ടുകൾ അവിടെ നമ്മൾ നിക്ഷേപിക്കുക. അവിടെ നിശ്ചിതമായ സത്യപ്രതിജ്ഞയുണ്ട്. അത് ചൊല്ലി അവിടെ വോട്ടുകൾ നിക്ഷേപിക്കുന്നു. ഓരോരുത്തരായി കർദിനാളന്മാരുടെ നിയമന വർഷത്തെ അധികരിച്ചാണ് അത് നടത്തുന്നത്. കർദിനാൾ സംഘത്തിൽ കർദിനാൾ ബിഷപ്സ്, കാർഡിനൽ പ്രീസ്റ്റ്, കാർഡിനൽ ഡീക്കൻസ്, ഈ 3 തരത്തിലുള്ള ഒരു പ്രത്യേക ഒരു ക്രമീകരണമുണ്ട്. അതിൽ ഏറ്റവും പ്രായം കൂടിയ കർദിനാൾ ജോൺ പോൾ മാർപ്പാപ്പ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തിയ ഒരാളും പിന്നീട് ബെനഡിക്റ്റ് മാർപ്പാപ്പായും ഫ്രാൻസിസ് മാർപ്പാപ്പായും ഈ കർദിനാൾമാരായി ഉയർത്തിയിട്ടുള്ള ആളുകളുമാണ്. കർദിനാൾ ഡീക്കന്മാർ എന്ന് പറയുന്നത് റോമൻ കൂരിയായിലെ വിവിധ ഡിക്കാസ്ട്രികളിൽ പ്രീഫെക്റ്റുമാരായി സേവനം ചെയ്യുന്നവരാണ്. അതിലേറ്റവും പ്രായം കുറഞ്ഞ ഡീക്കൻ കർദിനാൾ അദ്ദേഹമാണ് ഈ കാര്യങ്ങളിൽ അത്യാവശ്യമായി ഇതിൻ്റെ ഇലക്ട്രൽ കോളേജിൻ്റെ പ്രസിഡൻറ്റ് അദ്ദേഹത്തെ സഹായിക്കുന്നതിനായി നിയോഗിതനായിരിക്കുന്നത്. അത് നമ്മുടെ അഭിനന്ദനായ കർദിനാൾ ജോർജ് കൂവക്കാട്ട് പിതാവായിരുന്നു.
പുറത്തുനിന്ന് അത്യാവശ്യം ആളുകളെ ഇതുമായി ബന്ധപ്പെട്ടവരെ മാത്രം വിളിക്കുന്നതിന് കതക് തുറന്നു കൊടുക്കുകയും പുറത്തേക്ക് എല്ലാവരും പോയി എന്ന് ഉറപ്പാക്കുകയും നറുക്കിട്ട് ചില നിയോഗങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നതിന് ആവശ്യമായ അതിൻ്റെ നറുക്ക് അതൊക്കെ എടുക്കുന്നതിന് സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. പടീക്കന്മാരിൽ ഏറ്റവും പ്രായത്തിൽ ഇളയവനായ ഒരാളിനെയാണ് അതെല്ലാ കോൺക്ലേവിലും ഏൽപ്പിക്കുക. ഈ പ്രാവശ്യം അത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം, നമ്മളുടെ സിറോ മലബാർ സഭയിലെ ഇവിടെ ഇപ്പോൾ വത്തിക്കാനിൽ മതാന്തര സംവാദത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രീഫെക്റ്റായി സേവനം ചെയ്യുന്ന കർദിനാൾ ജോർജ് കവുക്കാട്ടുപിതാവിനെയാണ് ഏൽപ്പിച്ചത്. ഉച്ചയ്ക്ക് മുൻപുള്ള 2 തെരഞ്ഞെടുപ്പിലും അതിൻ്റെ വോട്ടുകൾ 3/2 ഭൂരിപക്ഷം ലഭിക്കാത്തത് കൊണ്ട് ആ വിവരം കറുത്ത പുകയിലൂടെ ലോകത്തെ അറിയിച്ചു. അതിനുശേഷം ഞങ്ങൾ സാന്താ മാർത്തായിലേക്ക് തിരിച്ചു വന്നു. ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് വീണ്ടും സിസ്റ്റൈൻ ചാപ്പലിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച് വീണ്ടും 4ാമത്തെ റൗണ്ടിൽ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. 2/3 ഭൂരിപക്ഷം ലഭിക്കേണ്ടതുണ്ട്. 139 കർദിനാളന്മാരാണ്. അപ്പോൾ 89 വോട്ടുകളാണ് ലഭിക്കേണ്ടത്. ഈ ഉച്ച കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ 4ാമത്തെ റൗണ്ടിലെ വോട്ടെടുപ്പിൽ ആ ഒരു ദൗത്യം പൂർത്തിയാക്കുന്നതിന് സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. 4ാം റൗണ്ടിൽ 2/3 ഭൂരിപക്ഷത്തോടുകൂടി പൂർത്തീകരിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയുണ്ടായി. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾ റോബർട്ട് പ്രവോസ്റ്റ്, കർദിനാൾ തിരുമേനിയോട് ഇലക്ട്രൽ കോളേജിൻ്റെ പ്രസിഡന്റ് കർദിനാൾ പീറ്റർ പരോളിൻ പിതാവ് ഈ തെരഞ്ഞെടുപ്പ് അംഗീകരിക്കുന്നുവോ സ്വീകരിക്കുന്നുവോ എന്ന് പരസ്യമായി ഞങ്ങളുടെ സാന്നിധ്യത്തിൽ അവിടെ ചോദിക്കുന്നു. അദ്ദേഹം അത് സ്വീകരിക്കുന്നു എന്ന് മറുപടി പറഞ്ഞു. അതിനുശേഷം എന്ത് പേരിൽ അറിയപ്പെടുന്നതിനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ലെയോ എന്ന് അദ്ദേഹം മറുപടി നൽകി. സന്തോഷത്തോടെ എല്ലാവരും ഹർഷാരവത്തോടെ തെരഞ്ഞെടുപ്പും ഈ പേര് സ്വീകരിച്ചതും എല്ലാം അംഗീകരിച്ചു. തുടർന്ന് പരിശുദ്ധ പിതാവ് പ്രത്യേകം അവിടെ തയ്യാറാക്കിയിട്ടുള്ള വിലാപത്തിൻ്റെ മുറി എന്നറിയപ്പെടുന്ന ആ മുറിയിലേക്ക് പോയി അവിടെ പാപ്പയുടെ വേഷത്തിലാണ് തിരിച്ച് വരുന്നത്. അതിനിടയിൽ ഇവിടുത്തെ നിയമപരമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസ് അതിൽ ഒപ്പുവയ്ക്കുകയും ബാക്കി കാര്യങ്ങൾ ക്രമീകരിക്കുകയും ആ സമയം തന്നെ വെളുത്ത പുകയിലൂടെ ലോകത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിവരം അറിയിക്കുകയും ചെയ്തു. എല്ലാ പ്രാവശ്യത്തെയേക്കാൾ അല്പം കൂടുതൽ സമയം ഈ സാങ്കേതികമായ കാര്യങ്ങൾക്ക് എടുത്തു എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം 117ഉം 115ഉം ഒക്കെ കർദിനാളന്മാരാണ് നേരത്തെ ഇതിൽ സംബന്ധിച്ചിരുന്നത്. ഇപ്പോൾ 133 പേര്. അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമായ വ്യക്തിപരമായ സമയം ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അല്പം കൂടി സമയം ഈ കാര്യങ്ങൾക്കൊക്കെ എടുത്തിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിലെ ഒരു പരിശുദ്ധാത്മ നടത്തിപ്പിനെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ലയോ 14 മാർപ്പാപ്പായെ വ്യക്തിപരമായി അറിയാവുന്ന ആളുകൾ കുറച്ച് പേര് ഉണ്ടാകും തീർച്ചയായും. എന്നാൽ കർദിനാൾ സംഘത്തിലെ ഏറിയ ആളുകൾക്കും വ്യക്തിപരമായി പരിചയം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരാളിനെ തിരഞ്ഞെടുക്കുക? നമുക്ക് ഇഷ്ടമുള്ള ഒരാളിൻ്റെ പേര്, ഇഷ്ടം എന്ന് പറയുന്നത് പല കാരണങ്ങളാൽ പത്രോസിൻ്റെ പിൻഗാമിയാകുന്നതിനുള്ള ഇഷ്ടമാണല്ലോ. ആ പേരുകൾ നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കുകയും അതിൽ നിന്ന് ആരും വിട്ടുമാറാതെ ആ പേരിൽ മാത്രം നിൽക്കുകയും ചെയ്താൽ തിരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെടത്തില്ലല്ലോ, പ്രത്യേകിച്ച് 2/3 ഭൂരിപക്ഷം എന്നത്. എന്നാൽ രൂപാന്തരപ്പെട്ടു വരുന്ന ദൈവഹിതം അതിലേക്ക് കൺവേർജ് ചെയ്യുന്ന, അതിലേക്ക് നമ്മുടെ മനസ്സ് ചേർക്കുന്നതിനുള്ള ഒരു മനസ്സിൻ്റെ കേന്ദ്രീകൃതമായ ഒരു ഭാവം അതിലേക്ക് വരുന്നതിനുള്ള സമ്മതമാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവ് നടത്തിപ്പ് അവിടെയാണ് അത് ഏറ്റവും പ്രകടമാകുന്നത്. അവരവരുടെ നിർബന്ധ ബുദ്ധിയിൽ അങ്ങനെ നിൽക്കുകയല്ല, മറിച്ച് സഭയുടെ ഒരു നിയോഗത്തിൽ ദൈവാത്മാവ് നയിച്ചതനുസരിച്ച് ആളുകൾ പ്രതികരിക്കുന്നത്. അതിനോട് ചേർന്ന് നിൽക്കാനുള്ള മനസ്സ്, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തോടു കൂടിയ ഒരു ചേർന്ന് നിൽപ്പ്, അവിടെയാണ് പരിശുദ്ധാത്മ നടത്തിപ്പ് കാണുന്നു. നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നാം രേഖപ്പെടുത്തുന്നു. എന്നാൽ അതിൻ്റെ കൺവേർജൻസ് പരിശുദ്ധാത്മാവ് പൂർത്തീകരിക്കുന്നു എന്നുള്ളത് ഒരു വിശ്വാസ സംബന്ധമായ ഒരു കാര്യത്തിൽ മനസ്സുറച്ചവർക്ക് വേഗത്തിൽ മനസ്സിലാകുന്ന ഭാഷയാണ്. മറ്റുള്ളവർക്കൊരു പക്ഷേ അത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാകും. നമ്മൾ അതേക്കുറിച്ച് അങ്ങനെ ശഠിക്കേണ്ടതും ഇല്ല. എന്നാൽ നമുക്ക് സംഭവിച്ച പരിശുദ്ധാത്മ രൂപാന്തരീകരണം അതിൽ സന്തോഷത്തോടെ പറയുന്നതിന് ഞങ്ങൾക്ക് സാധിക്കും
എന്നുള്ളതാണ് പരമാർത്ഥം. പരിശുദ്ധാത്മാവ് ഇടപെട്ട് നമുക്ക് അതാ ഏകയോഗമായി ഇപ്പോൾ പുതിയ പത്രോസിനെ നൽകിയിരിക്കുന്നു. 267 പിൻഗാമിയായി ഇതാ ലെയോ 14 മാർപ്പാപ്പ പത്രോസിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. പത്രോസിൻ്റെ ശുശ്രൂഷ ആടുകളെ മേയ്ക്കുന്നതിനുള്ള വ്യക്തിപരമായ കുറവുകളും ഇനിയും വളരേണ്ട ഭാഗങ്ങളും വളരേണ്ട ശുശ്രൂഷയുടെ ഭാഗങ്ങളും എല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ അത് മതി, ഇഷ്ടമുള്ളിടത്തേക്ക് നയിക്കാൻ, സമർപ്പിക്കാൻ എല്ലാം സന്നദ്ധനാകുന്നതും കൊണ്ടുപോകാൻ തയ്യാറാകുന്നതുമായ ഒരു ദൈവഹിതം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലും ഈ ശുശ്രൂഷയിലും കാണുന്നു. വടക്കേ അമേരിക്കയിൽ നിന്ന്, പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന്, USA നിന്നുള്ള ആദ്യത്തെ ഒരു മാർപ്പാപ്പ എന്നതിന് പലരും അവരുടേതായ വിശേഷങ്ങൾ കൊടുക്കുമെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരു രാജ്യത്തെയല്ല, ഒരു ഭാഷയല്ല, ഒരു ഭൂഖണ്ഡത്തെയല്ല. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പത്രോസിൻ്റെ ഈ കാലത്തെ പിൻഗാമിയെയാണ്. അതാണ് കത്തോലിക്കാ സഭയിലെ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് അവശേഷിക്കുന്നത്. ലോകവും മാധ്യമങ്ങളും നമുക്കിഷ്ടപ്പെട്ട സംഘങ്ങളുമൊക്കെ ലോകത്തിൻ്റെ മുമ്പിൽ വരച്ചു കാട്ടിയ ചിത്രങ്ങൾക്ക് അപ്പുറത്ത് പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൊണ്ടൊരു പുതിയ ചിത്രം വരപ്പിച്ചു എന്നുള്ളത് നമ്മളുടെ നടത്തിപ്പായി നമുക്ക് അതിനെ മനസ്സിലാക്കാം. അതിലാണ് ഇതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു ദൈവഹിതം നിറവേറ്റപ്പെട്ടത് എന്നുള്ളത് സന്തോഷത്തോടുകൂടി ഞാൻ പങ്കുവയ്ക്കും.